ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല സൂപ്പർ കളറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു പീച്ച് കളറ്, കനകാംബര കളറില്ലേ, നമ്മുടെ പണ്ടത്തെ ആ ഒരു പൂവിന്റെ കളറാണ് കേട്ടോ. അതും ക്രഷ്ഡ് ഓർഗൻസ് തന്നെയാണ്. ഇതിനകത്ത് തന്നെ ഈ മെറ്റീരിയൽ തന്നെ ഒരു ഷൈനിങ് ഉണ്ട്. അപ്പം ഇത് യൂസ് ചെയ്തവർക്ക് അറിയാം, റിസീവ് ചെയ്തവർക്കും അറിയാം. ഇതുപോലത്തെ ഫാബ്രിക് ഇത് കണ്ടോ, ഇതിനകത്തോട്ട് ഫുള്ളി ഒരു ക്രഷ്ഡ് ആയിട്ട് ഇരിക്കുന്ന അതും ഒരു ഷൈനിങ്ങും കൂടെ ഉണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിന്റെ ഒക്കെ ഷൈനിങ് വരുമ്പം അതേ സിമിലർ ആയിട്ട് നമ്മൾ അതിനകത്തോട്ട് ഹാൻഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ആ ചെറിയ ബീഡ്സ് വെച്ചിട്ട് ഭയങ്കര ഭംഗിയായിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഇതിപ്പോ നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് ഹെവി ആക്കിയിട്ട് സ്ലീവിലോട്ടും ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹെവി വർക്ക് തന്നെയാണ്. സ്ലീവിന്റെ ബാക്ക് സൈഡ് നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ, അത് ഗ്യാപ്പ് ഇട്ടേക്കുന്ന കാരണം കട്ട് ചെയ്ത് പോവാതിരിക്കാനായിട്ട് ഇതുപോലെ സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറെ ആയിട്ട് നമ്മൾ സ്ലീവിന്റെ എൻഡിലോട്ട് വർക്ക് കൊടുത്തിട്ടില്ലായിരുന്നു. ഫ്രണ്ടിൽ ഇതേപോലെ ചെറിയ പ്ലീറ്റ്സ് വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ ലെങ്ത് 48 വരുന്നുണ്ട്. പിന്നെന്താ, നല്ല ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ മെറ്റീരിയലും ആ ഒരു ഭംഗി. പിന്നെ സ്ലീവില് വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, സ്ലീവിലോട്ട് വെക്കണ്ടെങ്കിൽ. അത്യാവശ്യം നല്ല ഹെവി വർക്കാണ്. മെറ്റീരിയൽ തന്നെ നമുക്ക് നല്ല ഹെവിയാണ്. കാരണം ഇത് നമുക്ക് ഇത്രയും എടുത്ത് ചെയ്യുമ്പോൾ തന്നെ നല്ല കോസ്റ്റ് വരും. അടിപൊളിയായിട്ടുള്ള ഒരു കളറും മെറ്റീരിയലും ആണ്. നമ്മൾ ഇത് വർക്ക് ചെയ്ത് കണ്ട് നല്ല ഭംഗിയായിട്ടോ നേരെ കാണാനായിട്ട്. നമുക്കൊരു വർക്ക് ചെയ്ത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പം ഇതുപോലെ ഇത് നല്ല ഡാർക്ക് റാണി പിങ്ക് കളറാണ്. ഫാബ്രിക് വന്നിട്ട് ക്രഷ്ഡ് ഓർഗൻസി ആണ്. അതിനകത്തൊരു നമ്മൾ ശരിക്കും ഭയങ്കര ഒരു ഫെദറി ഫീൽ തന്നെയാണ് അതിനകത്ത്. ഭയങ്കര സ്മൂത്ത് ആണ്. ഇതുപോലെ അത് പ്ലീസ് അയൺ ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ കിടന്നോളും. ഒരു ഡബിൾ ഷെയ്ഡും കൂടെ വരും മെറ്റീരിയലിന് അറിയാവുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതിനകത്തോട്ട് നമ്മൾ ഈ നെക്കിൽ ഒരു വി നെക്ക് കൊടുത്തിട്ട് നല്ല കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഫസ്റ്റ് ലെവലിന്റെ താഴോട്ടൊന്ന് പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഒതുങ്ങി തോന്നും. സ്ലീവിലോട്ട് നമ്മൾ ഇത് വർക്കൊന്നും കൊടുത്തിട്ടില്ല. ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ചിലത് നമ്മളിങ്ങനെ പിന്നിപ്പോകുന്ന ചില ഇങ്ങനത്തെ ഉണ്ട്. ഇതിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. നല്ല മെറ്റീരിയലാണ്. അത് തന്നെ വേറൊരു പാറ്റേണിലോട്ടും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇത് തന്നെ ഞാനിങ്ങനെ വി നെക്കിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇതുപോലെ വി കോളർ അല്ല, വി നെക്ക് വെച്ചിട്ട് തന്നെ ഉള്ളിൽ മിഡിൽ പീസിൽ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് ഇതേപോലെ നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതുപോലെ ഉണ്ടാവും. നല്ല ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് ആണ്. ഇനി വേറൊരു പാറ്റേൺ ഇതിനകത്തോട്ട് തന്നെ. ഇത് കുറച്ചും കൂടെ ക്രഷ്ഡ് ഓർഗൻസ് തന്നെയാണ്, പക്ഷെ മെറ്റീരിയൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് ഇതുപോലെ യോക്ക് ലെവലിലോട്ട് ചെറിയൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. കുറച്ചും കൂടെ സിമ്പിൾ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ യോക്കിലോട്ട് നല്ല ഹെവി ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇത്രയും പോർഷനിലേക്കാണ് നമ്മൾ പീസ് കൊടുത്തേക്കുന്നത്. നെക്ക് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇതേപോലെ നല്ല രസമുണ്ട്. ഈ ഫാബ്രിക് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല രസമാട്ടോ ഈ ഫാബ്രിക് കണ്ടു. ഞാൻ ഇത് നിങ്ങൾക്ക് എന്താ പറയാ, ഇങ്ങനെ വീഡിയോയിൽ എത്രത്തോളം ഇതാന്ന് എനിക്ക് അറിയില്ല. ഇതുപോലെ ഉണ്ട് കണ്ടോ, ഷൈനിങ് പോലെ വരുന്നത്. നല്ല രസമാട്ടോ ഫാബ്രിക്. ഏറ്റവും നമ്മൾ സിമ്പിൾ ആയിട്ട് ഇത് തയ്ച്ചിട്ട് അപ്പൊ നല്ല ഭംഗിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. ഇതിന്റെ ഞാൻ ഒരു മെറൂൺ പോലെ തോന്നിട്ട് ഡാർക്ക് റാണി പിങ്ക് കളറാണ്. അപ്പം ഇതേപോലെ ചെസ്റ്റ് പോർഷനിൽ ചെറിയൊരു അത്രയും പോർഷനിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് വി നെക്കാ വരുന്നത്. ഓക്കെ.